ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ വറുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, അതിനായി നമ്മുടെ കയ്യിൽ 8 മീനുകളുണ്ട്. അപ്പോൾ ഒരു മൂന്ന് കുരുമുളക്, പിന്നെ ഒരു അത്യാവശ്യം കാന്താരി, പിന്നെ ഇതുപോലെ നമ്മൾ മീനിലിങ്ങനെ വാരിയിട്ട് കൊടുക്കണം. എല്ലാം കഴുകി വൃത്തിയാക്കാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെ നമ്മൾ കുറേ എണ്ണം ഇങ്ങനെ, ഇനി ഒരെണ്ണം നല്ല 2 എണ്ണം കൂടെ അങ്ങനെ വരയിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാത്തിനും നമ്മൾ വരയെടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് കഴിയണം ഫ്രണ്ട്സ്. ഉപ്പ് അങ്ങനെ നമ്മൾ വേറെ പാത്രത്തിലോട്ട് എടുത്ത് ഇടണം. അങ്ങനെ ഇടാം. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ കല്ലുപ്പായിട്ടേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപ്പ് ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്ര അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി ഇളക്കി നമ്മൾ നന്നായി ഉളുമ്പൊക്കെ പോകാനും ഇതൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാനും കുറേ നേരം ഇരുന്ന് ഇളകണം. കണ്ടില്ലേ, ഇളക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കും. എന്നിട്ട് അതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ എല്ലാം ഒന്ന് കുടഞ്ഞ് ഇളക്കി നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് എടുത്തിടാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ മീനെല്ലാം അതിൽ നിന്ന് കുടഞ്ഞെടുത്ത് ഇരിപ്പുണ്ട്. അതന്നെ, ഉള്ളുമ്പൊക്കെ നമ്മൾ കളഞ്ഞു. പിന്നെ ഇതും കൂടെ ലാസ്റ്റ് വട്ടത്തെ കഴുകി അടിപൊളിയായി. അങ്ങനെ അപ്പുറത്തിരിക്കുന്ന മാത്രം അങ്ങനെ ഇട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിങ്ങനെ പതുക്കെ എടുത്ത് നമുക്ക് ഇങ്ങനെ വെക്കാം. ഒരു ധൃതിയും വേണ്ട, പതുക്കെ മതി. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ അവസാനത്തെ കഴുകലും കൂടെ കഴിഞ്ഞു കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ മീനുകൾ സുന്ദര കുട്ടപ്പന്മാരായി ഇരിക്കുന്നത് കണ്ടില്ലേ, പാവം കണ്ണുകൾ. ഇനിയും നമ്മൾ വറക്കും. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ മിക്സി ജാർ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ പറയാൻ മറന്നു പോയി, ഇന്ന് നമ്മൾ ഒരു പ്രത്യേകതരം കരിമീൻ ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അത്ര. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ ഇത്ര ഉള്ള ഒരു ഇഞ്ചി, 2 പീസ് ഇഞ്ചി എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞ് തൊലിയെല്ലാം എടുത്ത് കളയാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ബോറടിച്ചിരുന്നപ്പോൾ നമ്മൾ മ്യൂസിക് ഇടാൻ പോണേ. അങ്ങനെ ഫ്രണ്ട്സ്, മ്യൂസിക്കും കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയൊക്കെ ഇത് മിക്സിയിലോട്ട് ജാറിലോട്ട് ഇട്ട്. സോറി ഫ്രണ്ട്സ്, വേറൊരു പണിയുണ്ടായിരുന്നു. ഇനി ഫ്രണ്ട്സ്, അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണക്കക്കുരുമുളക് ഇച്ചിരി അങ്ങ് പൊടിച്ചിട്ട് അത് നേരെ ജാറിലോട്ട് ഇട്ടുണ്ട് ഫ്രണ്ട്സ്. അരയ്ക്കാൻ പോകും. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊലിയൊക്കെ പൊളിച്ചു വെച്ച ഇഞ്ചി അരിഞ്ഞ് വീണ്ടും ജാറിലോട്ട് ഇട്ടേക്കാം. പിന്നെ നമ്മളെടുത്ത് വെച്ച എല്ലാം എടുത്തിട്ട്, പച്ച കുരുമുളക്, കാന്താരി എല്ലാം എടുത്തിട്ട് എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോകണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അരയ്ക്കാൻ പോകണേ അരക്കലിട്ട ഫ്രണ്ട്സ്. അതിൻ്റെ മുമ്പ് നമ്മൾ ഇച്ചിരി കരിയാപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അത് കഴുകിയിട്ട് അതിലും കൂടി. പിന്നെ ഫ്രണ്ട്സ്, പിന്നെ തേരിന് ലേശം ഇച്ചിരി മുളക് ഇട്ട് കൊടുക്കുക. ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം ഒരു മണം കിട്ടാൻ വേണ്ടി ഇത്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പ്. ഇപ്പോൾ ശരിക്കും അരക്കലിട്ടായി. പിന്നെ ഒരു പ്രാവശ്യം അരച്ചു കഴിഞ്ഞ് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലൈക്സ് അരക്കലിട്ട. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ അരച്ചു കഴിഞ്ഞ് അത് നമ്മുടെ ഇതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു. പിന്നെ എല്ലാം കൂടെ അങ്ങ് ഇട്ട് മിക്സ് ചെയ്തോ. മിക്സ് ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പും കൂടെ ഇടാനുണ്ട്. നിങ്ങളുടെ ഉപ്പ് കറക്റ്റ് ആയെങ്കിൽ നിങ്ങൾ ഉപ്പിടേണ്ട ആവശ്യം. പിന്നെ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് അത്ര ഉപ്പ് ശരിയില്ലാത്ത കാരണം ഞങ്ങളാണെങ്കിൽ 1 സ്പൂൺ ഉപ്പും കൂടെ ഇട്ടിരിക്കുന്നു ഫ്രണ്ട്സ്. ഞാൻ ചുമ്മാ ഒരു ജോക്കടിച്ചു കേട്ടോ. എന്തായാലും അങ്ങനെ വേണം. പിന്നെ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് വീണ്ടും മിക്സ്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാല എടുത്ത് ഈ മീനിൻ്റെ മണ്ടയ്ക്ക് തേച്ച് മാതിരി ഇതാക്കണം. എന്നിട്ട് ശരിയാക്കി വറുത്ത് തിന്നും. പിന്നെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ മാത്രമല്ല, ഇത് മസാലയെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറ്റി എല്ലായിടത്തും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1/2 മണിക്കൂർ എടുത്ത് ഫ്രിഡ്ജ് വെക്കണം. അത് തന്നെ.
അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ എല്ലാ മീനിലും കൂടെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ഇത് നേരെ എടുത്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് എന്നിട്ട് ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് അങ്ങ് എടുത്തൊരൊറ്റ വറക്കം നടത്തുക. എന്നിട്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഹാപ്പി ഈസ്റ്റർ.